ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു നാലമ്പല യാത്രയാണ് നടത്തുന്നത്. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്തുള്ള രാമപുരം, കൂടപ്പുലം, അമനക്കര, മേതിരി എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ജയശാലിയമ്മരെ കാണാനാണ് നമ്മുടെ ഈ യാത്ര. അങ്ങനെ നമ്മൾ നാലമ്പലത്തിൻ്റെ ആദ്യത്തെ അമ്പലമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ദിവസമായതിനാൽ തന്നെ ഒട്ടും തന്നെ തിരക്കില്ലാതെ നമുക്ക് സുഖമായിട്ട് തൊഴുത് ഇറങ്ങാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലമായ ലക്ഷ്മണസ്വാമിയുടെ അടുത്തേക്ക് യാത്ര ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം നാടായ കൂടപ്പുറത്തെത്തി കൂടപ്പുറം ലക്ഷ്മണസ്വാമിയെ തൊഴുതു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്ത് മുഴുവൻ വലിയ പൂന്തോട്ടങ്ങളാണ് ഗൈസ്. ഇഷ്ടംപോലെ പൂക്കളും പൂന്തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകളെല്ലാം നടന്ന്, ശംഖു എൻ്റെ കൂടെ സ്റ്റെപ്പുകളെല്ലാം നടന്ന് കയറിയാണ് നമ്മൾ തൊഴുന്നത്. സ്വന്തം നാട്ടിൽ വരുമ്പോൾ സന്തോഷം കൂടുമെന്ന് പറഞ്ഞ പോലെ എന്തോ കൂടപ്പുരം അമ്പലത്തിൽ വന്ന ലക്ഷ്മണസ്വാമിനെ കണ്ടപ്പോൾ മനസ്സിലെ സന്തോഷം അങ്ങ് ഇരട്ടിയായി. പിന്നെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറെടുപ്പാണ്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങുമ്പോൾ രാമരാജ് എന്ന് പറഞ്ഞൊരു വലിയൊരു ബുക്ക് സ്റ്റോളും ഐതിഹ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പുസ്തക സ്റ്റോറും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിരാവിലെ തന്നെ യാത്ര തുടങ്ങിയതിനാൽ തന്നെ നേരമൊക്കെ പഴമനാവെടുത്ത് വരുന്നേയുള്ളൂ. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഭരതസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും തിരക്കായിരിക്കുമല്ലോ ഞങ്ങൾ ഓർത്തു. കാരണം 2-3 ബസ്സൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഭരതസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഈ കുളമാണ്. ഇവിടുത്തെ മീനൂട്ടാണ് ഇവിടെ ഏറ്റവും വലിയ നേർച്ചയായിട്ട് എല്ലാവരും നടത്തി വരുന്നത്. പാതുകം ഭരതന് പൂജ ചെയ്യാൻ കൊടുത്തതൊക്കെ നമുക്കിവിടെ ഡെമോ ആയിട്ട് അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീനോട്ട് വഴിപാടൊക്കെ നടത്തി അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്. അടുത്തത് മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ്. ശത്രുഘ്നസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശത്രുഘ്നസ്വാമി ഒരു ദിവസം 2 അവതാരമായിട്ടാണെന്ന് വിശ്വാസം. രാവിലെ ശത്രുഘ്നസ്വാമിയായിട്ടും ഉച്ചയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ നാലമ്പലം നടത്തുന്ന ഭക്തജനങ്ങൾ കഴിവതും രാവിലെ തന്നെ നാലമ്പലം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നാലമ്പലം പൂർത്തിയാക്കി ഗൈസ്. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.